നമസ്കാരം. നിങ്ങളിപ്പോ ഫ്രീ ആണോ, ബോറടിച്ചിരിക്കുകയാണോ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത്. അതിന്റെ ആൻസർ അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു വഴുവഴുത്ത തെന്നുന്ന പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിലേക്ക് ഒരു കുരങ്ങച്ചൻ വലിഞ്ഞു കയറുകയാണ്, ഇവനെ പോലെ. അവൻ കയറുന്ന രീതി എന്ന് പറഞ്ഞാല് ആദ്യത്തെ സെക്കൻഡിൽ 1 മീറ്റർ മുകളിലേക്ക് കയറും, അടുത്ത സെക്കൻഡിൽ വഴുതി താഴോട്ട് 1/2 മീറ്റർ വരും, വീണ്ടും അതിന്റെ അടുത്ത സെക്കൻഡിൽ 1 മീറ്റർ ഉയരത്തിൽ കയറും, അടുത്ത സെക്കൻഡിൽ വീണ്ടും 1/2 മീറ്റർ വഴുതി താഴേക്ക് വരും. ഇങ്ങനെയാണ് അവൻ കയറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ 20 മീറ്റർ ഉയരമുള്ള ആ പോസ്റ്റിന്റെ മുകളിൽ അവൻ എത്രാമത്തെ സെക്കൻഡിലായിരിക്കും എത്തുക? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരം എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ 77 സെക്കൻഡ് ആണ്. പലർക്ക് 77 സെക്കൻഡ് എന്നുള്ള ആൻസർ കിട്ടിക്കാണും. എന്നാൽ കുറച്ചു പേർക്കെങ്കിലും അത് 80 സെക്കൻഡോ ബാക്കിയുള്ള ഓപ്ഷൻസോ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, എന്തുകൊണ്ട് അത് 77 സെക്കൻഡ് വന്നു എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരുന്നേ? ഒന്നാമത്തെ സെക്കൻഡിൽ അവൻ 1 മീറ്റർ ഉയരത്തിലേക്ക് കയറും. രണ്ടാമത്തെ സെക്കൻഡിൽ ആ 1 മീറ്ററിൽ നിന്ന് 1/2 മീറ്റർ താഴ്ന്ന് വരും. അപ്പോ 1 മീറ്ററിൽ നിന്ന് 1/2 മീറ്റർ താഴുമ്പോൾ എത്രയായി ടോട്ടൽ ഹൈറ്റ്? 1/2 മീറ്റർ ആയി. മൂന്നാമത്തെ സെക്കൻഡിൽ വീണ്ടും 1 മീറ്റർ കയറും. അപ്പോൾ 1/2യിൽ നിന്ന് 1 മീറ്റർ കൂടെ കൂടുമ്പോൾ എത്രയായി? 1.5 മീറ്റർ ആയി. നാലാമത്തെ സെക്കൻഡിൽ 1.5 മീറ്ററിൽ നിന്ന് വീണ്ടും 1/2 മീറ്റർ താഴ്ന്ന് എവിടെ എത്തും? 1 മീറ്ററിൽ എത്തും. അപ്പോ 1 മീറ്ററിൽ അവൻ സ്റ്റേബിൾ ആകാനായിട്ട് അവന് 4 സെക്കൻഡുകൾ വേണ്ടി വന്നു, അല്ലെ? വീണ്ടും ഇതേ പ്രൊസീജിയർ പോകുന്നത്, അല്ലെ? ഇതേ പ്രോസസ്സാ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? 2 മീറ്ററിൽ സ്റ്റേബിൾ ആവാനായിട്ട് അവൻ എത്ര വേണ്ടി വരും? നമ്മൾ നോക്കും. 4 സെക്കൻഡാണ് 1 മീറ്ററിൽ സ്റ്റേബിൾ ആവാൻ. അപ്പൊ എന്താണ്? 2 മീറ്ററിൽ സ്റ്റേബിൾ ആവാൻ 4x2 ചെയ്ത് നോക്കും, അല്ലെ? അപ്പൊ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ നമ്മൾ കോൺസെപ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ 20 മീറ്റർ എത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കളയും? 20 × 4 ചെയ്യും, 80 എന്ന് കിട്ടും. അതുകൊണ്ടായിരിക്കും പലർക്ക് എന്ത് കിട്ടിക്കാണുക? 80 കിട്ടിക്കാണുക. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 19 മീറ്റർ വരെ സ്റ്റേബിൾ ആവാൻ എത്ര സെക്കൻഡ് വേണമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 19 × 4 ചെയ്യും. അപ്പൊ 19 × 4 ചെയ്യുമ്പോൾ 76 എന്ന് കിട്ടും. അപ്പൊ 76 സെക്കൻഡ് ആയി. ഇനി 77ാമത്തെ സെക്കൻഡിൽ അപ്പൊ ഒരു സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, 4 സെക്കൻഡിൽ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 1 മീറ്ററിലെ അടുത്ത സെക്കൻഡിൽ കയറുന്നത്. അപ്പൊ എന്താണ്? 19 മീറ്ററിൽ നിൽക്കുന്നവൻ 76ാമത്തെ സെക്കൻഡിൽ നിൽക്കുകയാണ്. 77ാമത്തെ സെക്കൻഡിൽ വീണ്ടും 1 മീറ്റർ ഉയരത്തിലേക്ക് കയറും. അപ്പൊ എത്രയാണ്? 19 മീറ്ററിൽ നിന്ന് 1 മീറ്ററും കൂടെ കയറും. അപ്പൊ 20 മീറ്റർ ആയില്ലേ? അവിടെ നമ്മൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പിടിച്ചുകൂടെ, പിന്നെ ചരിവ് വരില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? 20 മീറ്റർ എത്താനായിട്ട് നമുക്ക് ഉറപ്പിക്കുക എത്ര സെക്കൻഡ് മതി? 77 സെക്കൻഡ് മതി, അല്ലെ? കാരണം വീണ്ടും ചരിവ് വരേണ്ട കേസ് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എപ്പോ 20 മീറ്ററിൽ എത്തുന്ന ചോദ്യം. അപ്പോൾ 77 സെക്കൻഡാണ് എന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക.